ومعنا لقاء الله عز وجل. അള്ളാനെ കാണാന്നുള്ള പരിപാടി ലിഖാ സ്വർഗത്തിലുണ്ട് താനും. ആ ലിഖാന്റെ അർത്ഥം എന്താണെന്നതും അറിയാൻ കഴിയും. വന്നവരി ഇലാ വജീഹിൽ കരീം, അള്ളാഹുവിന്റെ ആ തിരുദാത്തിലേക്ക് നോട്ടുണ്ട്. എന്താണ് അതിന്റെ ആശയം, അതും അവർക്കറിയാം. ഇത്തരം ആളുകൾക്ക് അറിയുള്ളൂ. അപ്പൊ അതിനെ ഖുർബി മിൻഹു, പിന്നെ അള്ളാഹുടെ അടുക്കുക എന്ന് പറഞ്ഞു. ആ അടുപ്പ് എങ്ങനെയാ അതിനർത്ഥം. വൻ നുസൂലി ഫി ജിവാരിഹി, അള്ളാഹു താല ചാരത്ത് പോയിട്ട് ഇറങ്ങുക. ഇതൊക്കെ എന്താണ്, അതിന്റെ അർത്ഥം എന്താണെന്ന് ഇൽമുൽ മുകാശഫ ഉള്ള ആളുകൾക്ക് അറിയും. അപ്പൊ അതിനെ ഹുസൂലി സഅദത്തി ബി മുറാഫഖത്തിൽ മലഇൽ അഅ്ലാ, ഉയർന്ന സംഘം, അവരോടുമുള്ള ഒരു കൂട്ടുകെട്ടുണ്ട്. ആ കൂട്ടുകെട്ടുകൊണ്ട് വിജയം കിട്ടും. അങ്ങനെ വിജയം കിട്ടുക എന്നതിന്റെ അർത്ഥം എന്ത്? മുഖാരണത്തിൽ മലായികത്തി വന്നബിയീന, മലായിക്കത്തുകൾ പ്രവാചകന്മാര് ഇവരോടുകൂടൽ അന്വരിക്കല്, കൂടല്, അതിനൊക്കെ അർത്ഥം എന്താ? മഅന തഫാവുത്തി ദറജാത്തി അഹ്ലിൽ ജിനാനി, സ്വർഗ അവകാശികളുള്ള ആളുകൾ അവരുടെ സ്റ്റാൻഡേർഡുകൾ ഏറ്റ വ്യത്യാസമുണ്ട്. എല്ലാവരും ഒരേ ഗ്രേഡിലല്ല. അതിന്റെ അർത്ഥം ഇതൊക്കെ ഇങ്ങനെയുള്ള ആളുകൾക്ക് അറിയും. അത്രത്തോളം അത്തായറ ബഅദുഹുൽ ബഅദിനെ കാണും. അങ്ങനെ ഏറ്റ വ്യത്യാസം ഉണ്ട്. ഏതുപോലെ കൗക്കബുദ്ധിസമായി, ആകാശത്തിന്റെ ഉള്ളിൽ വെച്ചിട്ട് നല്ല തിളക്കമുള്ള നക്ഷത്രമുണ്ട്, അതിനെ കാണും പ്രകാരത്തിൽ കാണാൻ കഴിയും. ഇലാ വൈരിദാനിക്ക, അതല്ലാത്തതിലേക്കൊക്കെ ഒരുപാട് പറയാനുണ്ട്. മിമ്മായോത്തൂര് തഫ്സീരു, അതെല്ലാം വിശദീകരിച്ച് പറയും, നീണ്ടുപോകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അങ്ങനെ കൂട്ടിക്കിട്ടാൻ മതി. ഇങ്ങനെ ഉള്ളതിന്റെ ആശയങ്ങളും അർത്ഥങ്ങളും ഓൽക്ക് മനസ്സിലാവും. കാരണം ഇത് ലിന്നാസി, ജനങ്ങൾക്കുണ്ട്, പണ്ഡിതന്മാർക്കുണ്ട്. ഇതില് ഈ മആനി ആദിഹിൽ ഉമൂരി, ഇത്തരം കാര്യങ്ങളുടെ അർത്ഥങ്ങളിൽ പണ്ഡിതന്മാർക്കുണ്ട്. ബഅദ തസ്ദീഖി ബി ഉസൂലിഹ, ഇവകൾക്കൊക്കെ അടിസ്ഥാനമുണ്ട് എന്നത് വാസ്തവമാക്കി തന്നെ ജനങ്ങൾക്കൊക്കെ ഇത്തരം കാര്യങ്ങൾ അർത്ഥത്തിലുണ്ട്. മഖാമാത്തുൻ ശത്ത, വിവിധങ്ങളായിരിക്കുന്ന സ്ഥാനമാനങ്ങളുണ്ട്. അപ്പൊ എങ്ങനെയൊക്കെ വിശദീകരിക്കും ചില ആൾക്കാർ. ചില ആളുകൾ അവരഭിപ്രായപ്പെടുന്നത് അന്ന ജമീഅ ദാലിക, ഇവിടെ പറയപ്പെട്ടത് മുഴുവനും അംസിലത്തുൻ, അതൊരു ഉദാഹരണങ്ങളാണെന്ന് അവർ അഭിപ്രായപ്പെടുന്നത്. അന്നല്ലദീ അഅദ്ദഹു അല്ലാഹു ലിഇബാദിഹി സ്വാലിഹീന, അല്ലാഹു തആല അവന്റെ സജ്ജനങ്ങളായ അടിയങ്ങൾക്ക് ഒരുക്കി വെച്ചതെല്ലാം മാ ലാ ഐനും, കണ്ണുകൊണ്ട് കാണാത്തതുണ്ട്, വലാ ഉദുനു സമിഅത്ത്, കേൾക്കാത്തത് പലതും, വലാ ഖതറ അലാ ഖൽബി ബശർ, മനുഷ്യന്റെ ഹൃദയങ്ങൾ ഒതുക്കാൻ കഴിയാത്തതും, ഇങ്ങനെയുള്ളതെല്ലാം ഉണ്ട്. അതും അന്നഹു ലൈസ മഅൽ ഖൽഖി മിനൽ ജന്നത്തി, സ്വർഗത്തിൽ സൃഷ്ടികൾ കൂടെ ഇല്ല. ഇല്ലാ സിഫാത്തു വൽ അസ്മാ, കുറേ ഗുണങ്ങളും നാമങ്ങളും എന്നല്ലാതെ മറ്റൊന്നുമില്ല. ഇങ്ങനെ അഭിപ്രായപ്പെടുന്നവരും ചില ആൾക്കാരുണ്ട്. വബഅദുഹും ജറ അന്ന ബഅദഹ അംസിലത്തുൻ വബഅദഹ യുവാഫിഖു ഹഖായിഖഹ, ചില ആൾക്കാരുടെ അഭിപ്രായം എന്താന്ന് ചോദിച്ചാൽ ചിലതെല്ലാം ഉദാഹരണങ്ങളാണ്, ചിലതെല്ലാം അതിൻ്റെതായിരിക്കുന്ന ഹഖീഖത്തുകൾ എന്തോ അതിനോട് യോജിക്കും. എങ്ങനത്തെ ഹഖായിഖുകള്? അൽ മഖൂമത്തി മിൻ അൽഫാദിഹ, ഈ കാര്യങ്ങളുടെയൊക്കെ ലഫ്ളുകളുണ്ടല്ലോ, ആ ലഫ്ളിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്ന ഓരോ ഹഖീഖത്തുകളുണ്ട്. അത്തരം ഹഖായിഖത്തുകളുമായി യോജിക്കുന്നതാണ് ചിലത്. ഇങ്ങനെ അഭിപ്രായപ്പെടുന്നു. ഇതേ പ്രകാരം ചില ആൾക്കാരുടെ അഭിപ്രായം അന്ന മുന്തഹ മഅരിഫത്തില്ലാഹി അസ്സ വജല്ല, അള്ളാഹിനെ കുറിച്ച് അറിയുക എന്നതിന്റെ അർത്ഥം അൽ ഇഅ്തിറാഫു ബിൽ അജ്സി അൻ മഅരിഫത്തിഹി, അല്ലാഹു തആലയെ അറിയൽ എങ്ങനെയെന്ന് അശക്തമാണ്, അത് അശക്തമാണ് എന്നതുകൊണ്ട് സമ്മതിക്കുക എന്നുള്ളതാണ് അള്ളാഹിന്റെ മഅരിഫത്തിന്റെ അർത്ഥം എന്ന് അഭിപ്രായപ്പെടുന്നവരും ഉണ്ട്. വബഅദുഹും യദ്ദഇ ഉമൂറൻ അദീമ, ചില ആളുകൾ വാദിക്കുന്നത് ഈ വണ്ണമായ കാര്യങ്ങൾ ഫിൽ മഅരിഫത്തി ബില്ലാഹി അസ്സ വജല്ല, അള്ളാഹിനെ കൊണ്ട് അറിയുക എന്നതിനാണ് ഇത്രയും വണ്ണമായ കാര്യമെല്ലാം നടക്കുന്നു വാദിക്കുന്നവരുണ്ട്.
ആ ബഅദുഹും യഖൂലു, ചില ആൾക്കാര് പറയുന്നു, എന്ത്, ഹദ്ദു മഅരിഫത്തില്ലാഹി അസ്സ വജല്ല, അല്ലാഹു തആലാനെ കുറിച്ച് അറിയുക എന്നതിന്റെ അതിർത്തി, അതിന്റെ ഹദ്ദ് എന്താ? മാ ഒന്നാണ്, ഇന്ദഹ ഇലൈഹി, ആ ഒന്നിലേക്ക് അറ്റമായി നിൽക്കുന്നു, ഈത്തിഖാദു ജമീഅൽ അവാം, പൊതുവെ എല്ലാവരുടെ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം എന്താണോ അതിലേക്ക് അറ്റമായി നിൽക്കുന്ന ഒന്നാണ് അല്ലാഹു തആലയെ കുറിച്ച് അറിയുക എന്നതിന്റെ മഅരിഫത്ത്, തഅരീഫ്, അതിർത്തിയൊക്കെ. എന്താണ് ആ ഈത്തിഖാദ്? അന്നഹു മൗജൂദൻ, എല്ലാവരും പൊതുവെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസമാണത്. അല്ലാഹ് ഉണ്ട്. ആലിമുൻ, അല്ലാഹ് അറിവുള്ളവനാണ്. ഖാദിറുൻ, അല്ലാഹ് കഴിവുള്ളവനാണ്. സമീഉൻ, കേൾക്കുന്നവനാണ്. ബസീറുൻ, കാണുന്നവനാണ്. മുതകല്ലിം, സംസാരിക്കുന്നവൻ. ഇതാണ് പൊതുവെ ഉള്ളൊരു വിശ്വാസം. ഈ ഒരു വിശ്വാസം പിന്നെ അവസാനിക്കുന്നതോ അതാണ് മഅരിഫത്തുള്ളാഹിയുടെ ഹദ്ദ്. ഫനഇനി ബിഇൽമിൽ മുകാശഫ, അപ്പോൾ ഇൽമുൽ മുകാശഫ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മൂടി കിടക്കുന്ന ഒന്നുണ്ട്. ആ മൂടി എന്താണ്? ഹൃദയത്തിൽ ഉയർന്നു പോകണം. മൂടി, ഈ കാര്യങ്ങളിലെ എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ജലിയത്തുണ്ട്. എന്താണ് ആ ജലിയത്ത്? വളർമ്മ. അതുകൊണ്ട് വെളിപ്പെട്ട് കിട്ടും. അത് വെളിപ്പെട്ട് കിട്ടുവാൻ വേണ്ടി അത് തിരിയാത്തൊരു മൂടി ഇവിടെ ഉണ്ടായിരുന്നു. അതാണ് ഉയർന്നു പോവുക എന്നതാണ് ഇൽമുൽ മുകാശഫ. അപ്പൊ ഇൽമുൽ മുകാശഫ ഉണ്ടായാൽ അള്ളാന്റെ ആ ജലിയത്ത് കിട്ടുന്നു. ഇത്തിളാഹൻ, അതൊരു വെളിവാകും. യജ്രി മദ്റൽ ഇയാൻ അല്ലദി ലാ യുശക്കു ഫീഹി, ഒരിക്കലും സംശയിക്കാൻ കഴിയാത്ത വിധം പരസ്യമായി കണ്ണുകൊണ്ട് നേരിട്ട് നടക്കുന്നത് പോലെ നേരെ ഇങ്ങനെ കാണാൻ കഴിയും ഇൽമുൽ മുകാശഫ കൊണ്ട് എന്നാണ്. വഹാദാ മുംകിനും ഫീ ജൗഹരിൽ ഇൻസാൻ, ഇത് മനുഷ്യന്റെ ജൗഹർ തന്നെ സൗകര്യമാണ്. ജൗഹർ, മനുഷ്യന്റെ ജൗഹർ, ആ ദാത്തിൽ തന്നെ ആ ജൗഹർ തന്നെ കഴിയുമല്ലോ. എപ്പോ? ലൗല അന്ന മിർആത്തൽ ഖൽബി, ഹൃദയത്തിന്റെ കണ്ണാടി, കതറാകമ ഫദുഹ വഖഫുഹ ബിഖാദൂറാത്തി ദുനിയ, ദുനിയാവിന്റെ അഴുക്കുകളെ കൊണ്ട് ആ ഹൃദയത്തിന്റെ കണ്ണാടി ചളിയാവുക, പുരളുക, വടക്കാവുക, കീടങ്ങൾ നിറയുക. ഇങ്ങനെ അടുക്കടുക്കായി ഹൃദയത്തിന്റെ കണ്ണാടി ആയിട്ടില്ല എങ്കിൽ, നല്ല തെളിഞ്ഞ മനസ്സോടെയാണെങ്കിൽ അത് ഈ പറഞ്ഞ മൂടിയൊക്കെ പോയി ഇൽമുൽ മുകാശഫ കിട്ടാൻ കഴിയുന്ന. വഇന്നമാനഅനി ബിഇൽമി തരീഖിൽ ആഖിറത്തി, ആഖിറത്തിന്റെ വഴിയിലേക്കുള്ള വിജ്ഞാനം എന്നതുകൊണ്ട് നമ്മുടെ ഉദ്ദേശം അൽ ഇൽമ ബി കൈഫിയത്തി, ഒരു രൂപം കൊണ്ട് അറിയുക എന്നത്. എങ്ങനത്തെ രൂപം? തസ്തീലി, ബി കൈഫിയത്തി തസ്തീലി ഹാദിഹിൽ മിർആത്ത്, ഈ കണ്ണാടിയാവുന്ന ആ ഹൃദയത്തിനെ കടഞ്ഞു തെളിയിക്കുക. അൻ ഹാദിഹിൽ ഖബായിസ് അല്ലത്തി ഹിയൽ ഹിജാബു അനില്ലാഹി സുബ്ഹാനഹു വ തആല, അല്ലാഹു തആലയെ കുറിച്ച് അറിയാനുള്ളൊരു മാനിയുണ്ട് ഇവിടെ. ആ മാനിയായി നിൽക്കുന്ന, തടസ്സമായി നിൽക്കുന്ന വടക്കത്തരമുണ്ട്. അത്തരം വടക്കത്തരങ്ങളെ തൊട്ട് ഈ ഹൃദയത്തിന്റെ കണ്ണാടിയെ കടഞ്ഞു തെളിയിക്കാൻ എങ്ങനെ? ആ രൂപം കൊണ്ട് അറിയുക എന്നുള്ളതാണ് ആഖിറത്തിന്റെ ത്വരീഖിന്റെ. വഅൻ മഅരിഫത്തി സിഫാതി വഅലിഹി, അല്ലാഹുവിന്റെ ഫീലുകളും അല്ലാഹുവിന്റെ ഗുണങ്ങളും എങ്ങനെയൊക്കെ അറിയാൻ പറ്റാതെ നീ തടസ്സമുണ്ടായിരുന്നു, അതിപ്പോ നീങ്ങിപ്പോവുക. വഇന്നമാ തസ്ഫിയതുഹ വതത്ഹിറുഹ, ഹൃദയമാവുന്ന കണ്ണാടിയെ ശുദ്ധീകരിക്കലും തെളിക്കലുമാകുന്നത് ബിൽ കഫി ശഹവാത്തി, വികാരം എന്തൊക്കെയുണ്ടോ അതിനെ തൊട്ടെല്ലാം തടഞ്ഞു നിൽക്കൽ കൊണ്ട് മാത്രമാണ്. വൽ ഇഖ്തിദാഇ ബിൽ അംബിയാഇ സലവാത്തുല്ലാഹി അലൈഹിം ഫീ ജമീഇ അഹ്വാലിഹിം, പ്രവാചകന്മാരുടെ അവസ്ഥ മുഴുവത്തിലും നമ്മൾ പിന്തുടരുകയും വേണം. അങ്ങനെ വരുമ്പോഴേ ഈ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ കഴിയുകയുള്ളൂ. ഫബി ഖദരി മാ യൻജലി മിൻ ഖൽബ്, അപ്പൊ ഖൽബിൽ നിന്ന് വെളിപ്പെട്ട് വരുന്ന ഒന്നിന്റെ കണക്കനുസരിച്ച് വയുഹാദി ബിഹി സത്റുൽ ഹഖ്, ഹക്കിന്റെ ഭാഗത്തേക്ക് ആ ഒന്നുകൊണ്ട് നേരിടിക്കപ്പെടും. നേരിടിക്കപ്പെടും. അങ്ങനെ നേരിടിക്കപ്പെടുകയും ഖൽബിൽ നിന്ന് വെളിപ്പെട്ട് വരുന്ന ഒന്നിന്റെയും കണക്കെത്രയാണോ അതനുസരിച്ച് അതിന്റെ ഓരോ ഹഖീഖത്തുകളും അവിടെ തിളങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ ഉണ്ടാവുക. വലാ സബീല ഇലൈഹി ഇല്ലാ ബിറിയാദത്തി,
ഇവിടെ ഈ വിഷയത്തിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗമില്ല. എല്ലാവരും റിയാള കൊണ്ടല്ലാതെ ശരീരത്തെ സംസ്കരിച്ചെടുക്കണം. അല്ലത്തി എങ്ങനത്തെ റിയാള തഫ്സീലുക, അതിനെ വിശദീകരിക്കൽ സൗകര്യപ്പെടുന്നുണ്ട്. ഈ മൗലിഹ റിയാളയുടെ സ്ഥലം വരുന്നുണ്ട്, അവിടെ വെച്ച് വിശദീകരിക്കാം. അങ്ങനത്തെ റിയാള വേണം. ആ റിയാള കൊണ്ട് ഏതൊക്കെ ലഭിക്കുകയുള്ളൂ എന്നാണ്. പഠിക്കണം, അറിയണം, പഠിപ്പിക്കും വേണം. ഇത്യാദി കാര്യങ്ങൾ കൊണ്ടല്ലാതെ അതിലേക്ക് മാർഗമില്ല. വാദിഹിയൽ ഉലൂം, അപ്പൊ ഇത് ആ ഉലൂമാണ്, ആ ഇൽമുകൾ. അല്ലത്തിയില്ലാ തുസ്തറുഫിൽ കുതുബി, അത് ഗ്രന്ഥങ്ങളിൽ എഴുതി വെക്കപ്പെടാൻ കഴിയൂല. അങ്ങനെയുള്ള വിജ്ഞാനങ്ങൾ അത് മുക്കാശ കൊണ്ട് കിട്ടും. വലാ യതഹദ്ദസു ബിഹാ, ഇത്തരം വിജ്ഞാനങ്ങളെ കൊണ്ട് സംസാരിക്കൂല. മൻ അൻഅമ അല്ലാഹു അലൈഹി ബിശൈഇൻ മിൻഹാ, ഈ ഇൽമുകളിൽ നിന്ന് എന്തെങ്കിലും ഒന്നുകൊണ്ട് അല്ലാഹു തആല അവന്റെ മേൽ അനുഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അനുഗ്രഹമുള്ള ആളുകൾ ഇത്തരം ഒരു വിജ്ഞാനങ്ങളെ കൊണ്ട് സംസാരിക്കൂല. ഇല്ലാ മഅഹിലിഹി, അതിന് പറ്റുന്ന ആൾക്കാർ ആരാണോ അവരെ കൂടെ അല്ലാതെ അവിടെ സംസാരിക്കുള്ളൂ. വഹുവൽ മുശാരിക്കു ഫീഹി, അപ്പോൾ ആ വിഷയത്തിൽ അവൻ ഇദ്ദേഹത്തോട് കൂറായിരിക്കും. അതാ സബീൽ മുദാക്കറ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാം. ഇസ്റാർ രഹസ്യമാക്കുക എന്നൊരു വഴിയുണ്ട്. അതുകൊണ്ടുമൊക്കെയുള്ളൂ എന്താവുക, ഈ ഇൽമുൽ മുക്കാശിഫ് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. വഹാദാഹു അൽ ഇൽമുൽ ഖഫിയ്യു, ഈ ത്വരീഖുൽ ഇസ്റാർ എന്ന് പറഞ്ഞാൽ അത് മൂടി നിൽക്കുന്ന ലഘു അറിയാതെ കിടക്കുന്ന ഒരു വിജ്ഞാനം, മറഞ്ഞു കിടക്കുന്നു. അല്ലീ എങ്ങനത്തെ ഇൽമുൽ ഖഫിയ്യ് അറാദഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗലിഹി, മഹാനായ നബി തങ്ങളുടെ വാക്കുകൊണ്ട് ഹബീബായ നബി തങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു ഖഫിയ്യായ ഇൽമുണ്ട്. അതേതാണ് വാക്ക്? ഇന്ന മിനൽ ഇൽമി, വിഷയം ഇൽമിന്റെ കൂട്ടത്തിലുണ്ട്. ഹൈഅത്തിൽ മക്നൂനി, ഒളിച്ചു വെക്കപ്പെട്ട് മറക്കപ്പെട്ടതായിരിക്കുന്ന രൂപത്തിലുള്ള ഇൽമ്. ലാ യഅലമുഹു, ആ ഇൽമിനെ പറ്റി അറിയൂല. ഇല്ലാ അഹ്ലുൽ മഅരിഫത്തി ബില്ലാഹി തആല, അല്ലാഹനെ കൊണ്ട് അറിയുന്നവരാരോ ഓർക്ക് മാത്രമേ ഇതിനെ പറ്റി അറിയുള്ളൂ. ഫൈദാ നതഖു ബിഹി, ഇനി ആ ഒരു ഇൽമു കൊണ്ട് അവരെങ്ങാനും ചെയ്താൽ ലം യജ്ഹൽഹു, അദ്ദേഹം ആ മൊഴിഞ്ഞ ആളെ വിഡ്ഢിയാക്കൂല. ഇല്ല അഹ്ലുൽ ഇഖ്റാരി ബില്ലാഹി തആല, അല്ലാഹുവിനെ കൊണ്ട് ചതിയിലകപ്പെട്ട ആൾക്കാരുണ്ടോ ഓരല്ലാതെ, ഓർക്കതിനെ പറ്റി അറിയില്ല. അങ്ങനെ അറിയാത്ത ആൾക്കാരാണ് അതിനെപ്പറ്റി ഒരു മൊഴിഞ്ഞ അറിയൂല, അപ്പൊ ഓർക്കതിനെ പറ്റി അറിയില്ല. അങ്ങനെ അറിയാത്തവരെ നിസ്സാരപ്പെടുത്തും. അതുകൊണ്ട് വലാ ആലിമൻ, ഒരു പണ്ഡിതനെ നിങ്ങൾ നിസ്സാരപ്പെടുത്തരുത്. ആതാഹുല്ലാഹു തആല ഇൽമൻ, അദ്ദേഹത്തിന് അല്ലാഹു തആല വിജ്ഞാനം നൽകുന്നു അല്ലാഹുവിൽ നിന്ന്. ഫഇന്നല്ലാഹ അസ്സ വജല്ല, നിശ്ചയമായിട്ടും അല്ലാഹു തആല ലം യഹ്ഖിറുഹു, അല്ലാഹു അവനെ നിസ്സാരപ്പെടുത്തുന്നില്ല. ഇത് അതാഹു ഇയ്യാഹു, അല്ലാഹുവിന്റെ അടുത്തേക്ക് അവൻ വന്നാൽ അല്ലാഹു തആല അവനെ നേരെ നിസ്സാരപ്പെടുത്തില്ല. അപ്പൊ അങ്ങനത്തെ പണ്ഡിതന്മാരുണ്ട്, ഓരെ പറ്റി നമ്മൾ എന്ത് പറയരുത്, കുറ്റപ്പെടുത്താനോ ആക്ഷേപിക്കാനോ നടത്തരുത്. അങ്ങനെ ഇൽമുൽ മുക്കാശഫിയാണ് ഓരോ ഓഹരി. വ അമ്മൽ ഖിസ്മുസ്സാനി, അപ്പൊ രണ്ടാമത്തെ ഓഹരി വ ഇൽമുൽ മുആമല, അതാണ് മുആമലത്തിന്റെ ഇൽമ്. ഫഹുവ, അപ്പോൾ മുആമലത്തിന്റെ ഇൽമ് ഏതാ? അത് ഇൽമു അഹ്വാൽ ഖൽബി, ഹൃദയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്തെല്ലാം അവസ്ഥകളുണ്ടോ അതിനെക്കുറിച്ച് അറിയുന്ന ഒന്നാണ് മുആമലത്തിന്റെ ഇൽമ് എന്ന് പറഞ്ഞത്. അപ്പൊ അമ്മാമ യുഹ്മദുമില്ല, ആ ഇൽമുകളിൽ നിന്ന് അഹ്വാലിൽ നിന്ന് സ്തുതിക്കപ്പെടുന്ന ഒന്ന് ഏതുപോലെയൊക്കെ സ്വബരി വ ശുക്രി, നന്ദി രേഖപ്പെടുത്തുക, ക്ഷമിക്കുക, വൽ ഖൗഫി, അല്ലാഹനെ പേടിക്കുക, വർ റജായി, ആഗ്രഹിക്കുക, വരിള പൊരുത്തം, വസ്സുഹദ് പ്രപഞ്ചത്യാഗം, വത്തുഖ ഭക്തി, വൽ ഖനാഅത്തി ഉള്ളത് കൊണ്ട് മജാക്കി തൃപ്തിപ്പെട്ട് ജീവിത ധർമ്മം, വ മഅരിഫത്തുൽ മിന്നത്തില്ലാഹി തആല, മിന്നത്തിലില്ലാഹി തആല ഫി ജമീൽ അഹ്വാൽ, എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹു തആല ചെയ്ത മിന്നത്ത് എന്താണ് അതിനെ കുറിച്ച് അറിയുക. വൽ ഇഹ്സാൻ, ഇഹ്സാൻ അറിയുക, ഹുസ്നുൽ തന്നെ നല്ല ധാരണ, ഹുസ്നുൽ ഖുൽഖ് സൽ സ്വഭാവം, ഹുസ്നുൽ മുആശറ നല്ല കൂടിച്ചേരലുകൾ, വത്തസദ്ദുഖി ധർമ്മം, വൽ ഇഖ്ലാസി ആത്മാർത്ഥത, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലെയാണ് വിവരിക്കപ്പെട്ട വിജ്ഞാനങ്ങൾ. ഇതൊക്കെ നല്ലതാണ്, അത് കൽബിന്റെ അകത്തുണ്ടാവുന്ന അവസ്ഥകളാണ്. ഫമഅരിഫത്തു ഹഖായിഖി ഹാദിഹിൽ അഹ്വാൽ, ഈ പറഞ്ഞതിന്റെ അവസ്ഥയുടെ ഹഖീഖത്ത് എന്താണെന്ന് അറിയല്.
ഹുദൂദിഹ അതിന്റെ താരീഫുകൾ എന്താണെന്ന് അറിയല്, അസ്നാബിഹ അതിന്റെ കാരണങ്ങൾ അറിയല്, അല്ലത്തി എങ്ങനത്തെ കാരണങ്ങൾ, ബിഹാ കാരണങ്ങൾ കൊണ്ടാണ് തുക്തസബുവും ഈ പറയുന്ന അക്കായത്തുകളൊക്കെ ഹഖീഖത്തുകളൊക്കെ എടുക്കപ്പെടാൻ പറ്റുക. അങ്ങനെയുള്ള കാരണങ്ങൾ എന്തെന്ന് അറിയുക. വസംറത്തിഹ അതിന്റെ ഫലം എന്താണെന്ന് അറിയുക. ആരാമാത്തിഹ അതിനുള്ള അടയാളങ്ങൾ, ശക്തിയാകുവാൻ വേണ്ടി ഈ പറഞ്ഞതിൽ നിന്ന് ഏതൊക്കെയോ ദുർബലമായി പോയിട്ടുണ്ടെങ്കിൽ അതിനെ ചികിത്സിച്ച് റെഡിയാക്കുക. അങ്ങനെ മിന്നിൽമില്ലാഹറത്തി. അപ്പൊ ഒമാസാരാത്തായോഴുത അങ്ങനെ മടങ്ങി വന്നുകൊണ്ടിരിക്കുന്ന വിജ്ഞാനം ഒന്നാതായിക്കൊണ്ടേയിരിക്കും. ഏതുവരെ അത്തായോഴുത മടങ്ങുന്നത് വരെ. അങ്ങനെ വരുന്ന ഏതെല്ലാം ഉണ്ടോ അതൊക്കെ മിനിൽ ആഖിറത്തി അത് ആഖിറത്തിന്റെ എൽമിപ്പെട്ടതാണ്. അപ്പൊ ഈ മഹമൂദായ ഇൽമൊക്കെ പെട്ടതാണ്. അമ്മ അപ്പോൾ ഒന്ന് യുദ്ധമ്മു അതിനെന്താക്കപ്പെടും, മോശമായി കുറ്റപ്പെടുത്തപ്പെടും, മോശമായതാക്കപ്പെടും. അത് ഹോബുൽ മക്കൾ ദാരിദ്ര്യം പേടിക്കുക. സുഹൃത്തുൽ മക്കദൂറി കണക്കാക്കിയതെന്തോ അതിന് പൊരുത്തല്ലാതെ വെറുപ്പ് കാണിക്കുക. ഒല്ലി ചതി ഒല്ലൊക്കെ പോര്, ഒല്ല അസത് അസൂയ, ചതി വഞ്ചന, തലവിൽ ഒലിവി മേലെയാവണം തേടുക, വഹുബുസ്തനായി ജനങ്ങൾ പുകയത്തന്നെ ഇഷ്ടപ്പെടുക, വഹുബു തൊവിൽ ബഹാൽ ദുനിയാവിൽ സുഖിച്ച് ജീവിക്കാൻ വേണ്ടി ദുനിയാവിൽ ആയുസ് നീട്ടിക്കിട്ടാൻ ഇഷ്ടപ്പെടുക, വൽ കിബിരി അഹങ്കാരം, വൽ റിയാ ലോകമാന്യത, വൽ അളവ് കോപ്പം, വൽ അമ്പത്തെന്ന് പറഞ്ഞാൽ യാതൊരു ബാധ്യതയുമില്ല ചൂടാവുക ഒരാൾക്കുമില്ലാതെ, വല്ലാതാവത് ശത്രുത, വൽ ബഹ്ളായ് ദേഷ്യം, ഒത്തമഴ് ആഗ്രഹം. ആഗ്രഹം എന്ന് പറഞ്ഞാല് അത് അവര് വേണ്ടതല്ല, എന്നിരുന്നാലും അതിലേക്ക് അവർ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുക. വൽ ബുഖ്ൽ ബഖീത്തരം കാണിക്കുക, കൊടുക്കേണ്ട ഹക്കൊന്നും കൊടുക്കാതെ എന്ത് ചെയ്യുക, അവിടെ പിടിച്ചെടുക്കുക. അപ്പോ കൊടുക്കേണ്ട ആൾക്കാർക്ക് അത് കൊടുക്കാതെ പിടിച്ചെടുക്കുക. വറഹബത്ത് ആഗ്രഹം. ആഗ്രഹം എന്ന് പറഞ്ഞാല് ആ മനസ്സിൽ നല്ല വിശാലത ഉണ്ടാവുക, അത് തന്നെയാണ് ഉദ്ദേശത്ത് നല്ല വിശാലത, അതാണ് ആഗ്രഹം. ബദഹ് ബദഹ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താണ്, ബദഹ് എന്ന് പറഞ്ഞാൽ സംസാരം നീട്ടി അങ്ങനെ സംസാരിക്കുക, അതോടൊപ്പം തന്നെ ഡമ്പും പവറും പറയുക. വൽ അഷർ അസർ എന്ന് പറഞ്ഞാൽ എന്താ, അള്ള ചെയ്ത നിയമത്തിൽ കുഫ്രാൻ ചെയ്യുക. വൽ ബത്തർ ധിക്കാരം, സമ്പന്നനെ സമ്പത്ത് കൊണ്ട് ആദരിക്കുക. വൽ ഇസ്തിഹാനത്തി ബിൽ ഫുഖറ സാധുക്കളെ പറ്റ നിസാരപ്പെടുത്തുക. വൽ ഫഖ്രി അന്തസ്സ് പറയുക. വൽ ഖുയലാഇ പവർ പറയുക. വൽ തനാഫുസ് തനാഫുസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് മേലെയാവുക, മത്സരിക്കുക. വൽ മുബാഹാത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, അവനാന്റെ കയ്യിലുള്ള ഇൽമ് അറിവ് മേൽമത്തരം ഇത്യാദി കാര്യം കൊണ്ട് ഡമ്പ് പറയുക, പവർ പറയുക. വൽ ഇസ്തിഗ്ഫാർ ഹക്ക് സ്വീകരിക്കലിനെ തൊട്ട് അഹങ്കരിക്കുക. വൽ ഖൗലി ഫീമാ ലാ യഅനി ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് ഇടപെടുക. വഹുബ്ബിൽ കലാം സംസാരിക്കാൻ ഇഷ്ടപ്പെടുക. വസ്സലഫ് സലഫ് പോലെ, സലഫ് എന്ന് പറഞ്ഞാൽ അഹങ്കാരം തന്നെ അതിന്റെ അർത്ഥം. വൽ ഖുയല പിന്നെ വതദയ്യുൽ ഖൽഖി സൃഷ്ടികൾക്ക് വേണ്ടി അഴകാവുക. വൽ മുദാഹനത്ത് എന്ന് പറഞ്ഞാല് മുദാഹനത്ത് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം, ആളെ സോപ്പിട്ട് വാങ്ങുക. വൽ ഇസ്തിഗ്ബാരി അൽ ഹഖ് ഹഖിനെ തൊട്ട് അഹങ്കരിക്കുക. വൽ ഖൗദി ഫീമാ ലാ യഅനി ആവശ്യമില്ലാത്ത ഇടപെടുക. വഹുബ്ബു കസറത്തിൽ കലാമി കലാം കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുക. വസ്സലഫി സലഫ് സലഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതാണ് അപ്പൊ അതാണ് തീകെന്ന് പറയുന്നത്. മുബാഹാത്ത് പവറ് പറയാന്ന് പറഞ്ഞു. മുബാഹാത്തിന് ഉദാഹരണത്ത് സോപ്പിടുക, അങ്ങനെയാണ്. അപ്പൊ സലഫ് അഹങ്കാരം നേർത്തം വെക്കുക. പിന്നെ സൃഷ്ടികൾക്ക് വേണ്ടി അഴകാവുക, സോപ്പിടുക, ഒന്നടിനം ഇത്യാദി കാര്യങ്ങളൊക്കെ മതമുമാണ്.
ജനങ്ങളുടെ അയബ് കാരണം പറഞ്ഞ് സ്വന്തം നഫ്സിന്റെ അയബിനെ തൊട്ട് ചോദ്യം അത് ചിന്തിക്കുന്നില്ല. സവാൽ ഹുസിനി മുസിപ്പ് നീങ്ങുക ഇവിടുന്ന് പിന്നെ കൽബി ഹൃദയത്തുനിന്ന് മുസിപ്പൊക്കെ നീങ്ങിപ്പോവുക. ഹുറൂജിൽ ഹഷിയത്തി മിന്നു ഹൃദയത്തിൽ നിന്ന് പേടി പുറത്തുപോവുക. സിദ്ധത്തിൽ ഇന്തിസാൽ നഫ്സി നഫ്സിനെ സഹായിക്കണം, അത് ഗൗരവമാക്കിയിരിക്കുക. ഇതാ നാടകവില്ലു അതിനെങ്ങാനും മോശത്തരം എത്തിയിട്ടുണ്ടെങ്കിൽ വലിയ നിസ്സാരം എത്തിയിട്ടുണ്ടെങ്കിൽ ആ നഫ്സിനെ സഹായിച്ചെടുക്കുക. പിന്നെ ഇന്തിസാലി ഹക്കത്താലാക്ക് വേണ്ടിയുള്ള ആ സഹായത്തിനെ ദുർബലപ്പെടുത്തുക, നോയ്പുണ്ടാവുക. ഒത്തിഹാദ് ഇഖ്വാൻ അലാനിയത്തേല അതാവത് ശരി പരസ്യമായുള്ള സഹോദരന്മാരൊക്കെ രഹസ്യ തത്വത്തിന് മേലിൽ ആക്കുക. വല്ലം മക്കില്ല സുബാനു അത്താലാക്കിയ അവർ നൽകിയ കാര്യം ഊരെടുക്കുന്ന കാര്യത്തിൽ അള്ളാഹുത്താന്റെ ശിക്ഷയെ തൊട്ട് അവർ നിർഭയത്വമില്ലാക്കുക, പേടി വേണം. വലിത്തിക്കാരി അനത്താത്തി ആരാധന മേൽ ചാന്തം കൊണ്ട വേണം. വൽ മക്കരി ചതി ഒരു ഖിയാനത്ത് വഞ്ചന ഒരു മുഖാദത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കുക. തോറിൽ അവര് അറ്റമില്ലാത്ത കൊതി. കസ്വത്ത് എന്ന് പറഞ്ഞാല് അസുഖത്തുൽ ഫലാണ് അതുപോലെ അത് രണ്ട് മുത്തറാദിഫാണ്. അപ്പൊ മുത്തറാദിഫാന ഇരുന്നത്തിൽ കൽബ് കട്ടിയാവുക എന്ന് അർത്ഥമുണ്ട്. അപ്പൊ അങ്ങനെ ദുന്യാവോട് സന്തോഷിക്കുക. വൽ അസബി അലാഫവാത്യ ദുന്യാവ് നഷ്ടപ്പെട്ടതിന് മേൽ ഖേദിക്കുക. വൽ ഉൻസുബിൽ മഖലൂഖിനെ സൃഷ്ടികളെ കൊണ്ട് നേരം പോക്കാവുക. വൽ വാശത്തിൽ ഫിറാഖ് അവര് പിരിഞ്ഞു പോയത് കൊണ്ട് ഒറ്റപ്പെടുന്ന ചിന്തിക്കുക. വൽ ജഫാ ബത്ഷ് ജഫാ എന്ന് പറഞ്ഞാൽ എന്താണ്? തർക്കുർ റിഫ്ഖി വൽ ഉമൂരി കാര്യങ്ങളിലുള്ള പിന്നെ ഒരു മയമുണ്ട്, അത് ഒഴിവാക്കുകയാണ്. ട്വൈസ് എന്ന് പറഞ്ഞാലോ അത് വകതിരിവില്ലാതിരിക്കുക, വല്ലാത്തിനൊരു ധൃതി കാണിക്കുക. ഇപ്പൊ കില്ലത്തിൽ ഹയാ നാണം കുറവ്, ഇപ്പൊ കില്ലത്തിൽ റഹ്മത്ത് കരുണ കുറവ്, ഇതൊക്കെ അപ്പൊ ആദ്യം അപ്പോൾ ഇതും ഇപ്പൊ അവത്താൽ ഇത് ഓരോത്തത് കവി സിഫാത്തിൽ കൽബിന്റെ ഗുണങ്ങൾ പെട്ടതാണ്. മാരിസിൽ ഫവായിഷ് മടക്കായത് മുഴുവനും വളച്ചു പൊന്തുന്നതായ സംഗതിയാണതൊക്കെ. മനാമത്തില്ല അമാൽ മഹന്നൂറ അപകടം പിടിച്ചതായിരിക്കുന്ന കർമ്മങ്ങൾ മുളക്കുന്ന സ്ഥലം. ഫവായിഷ് എന്ന് പറയുന്ന കൃഷി ഇതെല്ലാം ഉണ്ടാവുന്ന സ്ഥാനമാണ് ഇതൊക്കെ. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട്, ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം.